അതും തമ്മിൽ യാതൊരു ബന്ധമില്ല. ഇദ്ദേഹം അവിടെ പോയി നേരിട്ട് കാണാൻ പോയതാ. ഇതിലെ പോവുകയായിരുന്നു. പോകുന്ന വഴിക്ക് ഞാൻ കണ്ടു എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. അത് തന്നെയാണ് ജാവദേക്കറും പറഞ്ഞത്, അത് തന്നെയാണ് ജയരാജനും പറഞ്ഞത്. അത്ര നിഷ്കളാണ്, അത്ര നിഷ്കളങ്കമാണ്. പോരെ, അതൊക്കെ ഒരു ശുദ്ധ അസംബന്ധമാണ്. അതല്ലേ കേസ് കൊടുക്കാൻ പറഞ്ഞത്. അസംബന്ധം പറഞ്ഞതിനല്ല കേസ്. തെറ്റായ വിശദീകരണം നൽകിയിട്ടുള്ള ഇവരെല്ലാം നിലപാടിനെ ശക്തിയായിട്ട് നിയമപരമായിട്ട് നേരിടും. ഇല്ലില്ല, ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. ശുദ്ധ കളവ് പറയായിരുന്നു, ശോഭയെ ഉൾപ്പെടെ. ലീഗൽ ആക്ഷൻ. അതാ പറഞ്ഞേ, ലീഗ് ശോഭ ഉൾപ്പെടെ. ദുഷ്ടലാക്കുകളൊന്നും കാണുന്നില്ല. വേറെ എന്തെങ്കിലും ദുഷ്ടലാക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ടാണ്. എന്ത് നടപടി നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവാതെ ഞാനാ ഉത്തരവാദി? ഞങ്ങൾ നടപടിയെടുക്കുക, സംഘടനാപരമായി എന്തെല്ലാം കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ട് മാത്രമേ നടപടിയെടുക്കാൻ പറ്റുക. അങ്ങനെയുള്ള നടപടിയെടുക്കേണ്ട ഒരു പ്രശ്നം നമ്മുടെ മുമ്പിൽ ഇല്ലല്ലോ ഇപ്പോഴും. ഇദ്ദേഹം ജാവദേക്കറെ കണ്ടു എന്ന് അദ്ദേഹം പറഞ്ഞു, കണ്ടു എന്ന് ജാവദേക്കറും പറഞ്ഞു. ഞങ്ങൾ കാര്യങ്ങളൊന്നും വേറെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പോകുന്ന വഴിക്ക് അവിടെ കയറി കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു തിരഞ്ഞെടുപ്പ്, ഒരു പരിപാടിക്ക് പോകുന്ന പശ്ചാത്തലത്തിലായിരുന്നു. അത് ഒരു കൊല്ലം മുമ്പുള്ളതാണ്. ആ സമയത്തായിരുന്നു വന്നത്. അത് ഞാൻ പറഞ്ഞിട്ട് പോവുകയും ചെയ്തു എന്ന് പറയുന്നത് അറിയാണ്ടായിരുന്നു. ദേഹീയദോഷം എന്ന് പറയുന്നത് ഒന്ന് ശുദ്ധാസംബന്ധമാണ്. അതായത് ഇതല്ലാതെ വേറെ എവിടെയെങ്കിലും കണ്ടു എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടുള്ളവർക്കെതിരായിട്ട് നിയമപരമായ നിലപാട് സ്വീകരിക്കും തന്നെയാണ് പറഞ്ഞത്. അതിന് അനുവാദം കൊടുത്തിരിക്കുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി അനുവാദം കൊടുത്തിരിക്കുന്നു. ആക്കെ വെറുതെ കഥ പറയുന്നതാണ്. കഥയാണ്, തിരക്കഥ. തിരക്കഥ. ആര് അതേത് എന്തും പറയുന്നതിന് യാതൊരു മടിയില്ലാതെ കുറെ ആൾ എന്തെങ്കിലും പറയുന്നതിന് നമ്മൾ പറയേണ്ട കാര്യം എന്താ ഉള്ളത്? മുഖ്യമന്ത്രി വിളിച്ചിട്ട് ഇങ്ങോട്ട് അത് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടിയാണ്. ആരൊക്കെയാ തിരക്കഥ എന്നല്ല നിങ്ങൾ കണ്ടുപിടിച്ചു. നന്ദകുമാർ തള്ളി പറഞ്ഞല്ലോ, ഫ്രോഡാണ് ഇന്നലെ തന്നെ പറഞ്ഞില്ലേ? ഇന്നലെ തന്നെ പറഞ്ഞില്ലേ? അത് നിങ്ങൾക്ക് ഈ തള്ളി പറഞ്ഞ മനസ്സിലാകുന്നില്ല. വലിയ പ്രചരണമുണ്ട്. അതിപ്പോ ശരിയല്ലേ? ഇന്നും പോയല്ലോ. അതിനിടക്ക് പിന്നെ ഇതെന്താ കാര്യം എന്ന് ജയരാജൻ BJPയിലേക്ക് പോയിട്ടില്ലല്ലോ, പോകാൻ പോയിട്ടുമില്ല, പോകുന്നതിന് ഉദ്ദേശിച്ചിട്ടില്ല. അത്രയും കാര്യം പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തിനാ സംശയം? വെറുതെ നിങ്ങൾ കുറേ ആൾ സംശയിച്ച് നടക്കുക. എന്നിട്ട് ചർച്ച ഉണ്ടാക്കാൻ വേണ്ടി വൈകുന്നേരം അങ്ങനെ പോയിട്ടുണ്ടോ ഇങ്ങനെ പോയിട്ടില്ലയോ? പ്രതിപക്ഷ നേതാവ് പറയുന്നതിനൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ലാന്ന്. അതുകൊണ്ട് അതിനൊന്നും മറുപടി പറയണ്ട. അല്ല, പാർട്ടി നയപരമായ ഒരു കാര്യമല്ലല്ലോ അത്. ഒരു ദിവസം ഒരാൾ രാവിലെ പോകുന്ന വഴിക്ക് ഒരാളെ കണ്ടത് അത് പാർട്ടിക്കകത്ത് റിപ്പോർട്ട് ചെയ്യേണ്ട വല്ല കാര്യമുണ്ട്? അതൊന്നുമില്ല. ഒന്നും ഒളിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെമായ ചർച്ച നടന്നിട്ടുണ്ടെങ്കിൽ പാർട്ടിയോട് റിപ്പോർട്ട് ചെയ്യണം. അതൊന്നുമില്ലാതെ ഒരാൾ ചാവടിക്കാൻ പോകുന്ന വഴിക്കോ കയറിയതിന് വേറെ എന്തെങ്കിലും പറയേണ്ട വല്ല കാര്യമുണ്ടോ? അല്ലല്ല, അത് രണ്ടാണ്. രണ്ടും ഒന്നാക്കണ്ട. അത് നിങ്ങളുടെ താല്പര്യമാണ്. പ്രധാനമന്ത്രി വിളിച്ചു കൂട്ടിക്കൊണ്ട് പോയി ഭക്ഷണം കൊടുക്കുന്നു. ആ ഭക്ഷണം ഭക്ഷിച്ച ആൾ കുറച്ച് കഴിയുമ്പോഴേക്ക് BJP ആയിട്ട് മാറുന്നു. അതിൽ മാറാൻ സാധ്യതയുള്ള ഒരാൾ കൂടിയാണ് പ്രേമേന്ദ്രൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് ഭക്ഷണം അതിങ്ങനെ നിർദോഷമായ രീതിയിൽ ഭക്ഷണം കൊടുത്തതല്ല. അത് നേരത്തെ പറഞ്ഞത് ഇതും രണ്ടും കൂട്ടിച്ചേർക്കണ്ട, കൂട്ടിക്കണ്ട. എൻ്റെ വീട്ടിൽ വന്നാലും സ്വാഭാവികമായിട്ടും എൻ്റെ വീട്ടിൽ വന്നാൽ ഞാൻ എന്താ വേണ്ടത് അന്നേരം ചെയ്യും. അതാ ഞാൻ പറഞ്ഞത്. ഇല്ലാതെ കാര്യം വെറുതെ ചോദിക്കുക, എന്നിട്ട് അതിന് ഇല്ലാതെ ഉത്തരം പറയിപ്പിക്കുക. ആവശ്യമില്ലാതെ വല്ല കാര്യമായിട്ട് കൊണ്ട് വല്ല കാര്യം. അതായത് ഇല്ലാതൊരു ചോദ്യം ചോദിക്കുക, എന്നിട്ട് ഇല്ലാതൊരു ഉത്തരം ഞാൻ പറയുക, എന്നിട്ട് ആ ഇല്ലാതെ ഉത്തരം നാളെ പത്രത്തിൽ വലിയ പണ്ടൊക്കെ തലക്കെട്ടി മാറ്റി ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാം. ആരെ അത് വിഷ്ണുനോട് തന്നെ ചോദിച്ചാൽ വിഷ്ണു ബോധ്യാവും. കാര്യങ്ങളൊക്കെ മനസ്സിലായാൽ വിഷ്ണു മനസ്സിലാവും, ബോധ്യപ്പെടുന്നത്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ കഥയല്ലേ, അത് നിങ്ങളെന്നെ എഴുതിയാൽ മതി. ജൂനിയറോ സീനിയറോ നോക്കിയിട്ടൊന്നുമല്ലല്ലോ പാർട്ടിയും സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ ആകുന്നു. അതുകൊണ്ട് അതെല്ലാം പണ്ടേ കഴിഞ്ഞു പോയ കുറെ കാലങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് അതിലൊന്നും യാതൊരു പ്രസക്തിയില്ല. എൻ്റെ ജാതിയിൽ പങ്കെടുക്കേണ്ട കാര്യമില്ല. ഞാൻ നയിക്കുന്ന ജാതിയല്ലേ, അപ്പോൾ ഞാനല്ലേ അതിൽ പങ്കെടുക്കേണ്ടത്. ബാക്കി ആരൊക്കെ പങ്കെടുക്കാൻ തീരുമാനിച്ചിട്ട് അവരെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. അന്നേ പറഞ്ഞാൽ അതില്ല മറുപടി. ജയരാജൻ അതിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. പോരെ?
ആ ആ ഇത് ഈ പ്രചരണം നടന്നുണ്ട്. അപ്പോൾ കോൺഗ്രസിന് എന്താ പറയുക, ഷാഫിന് എന്താ പറയുക? ഷാഫി വർഗീയ പാർട്ടിയാ? അല്ല, മറ്റേ അതാ ഞാൻ ചോദിക്കുന്നത്. ശൈല ടീച്ചറെ പറ്റി തന്നെ ഇവരെല്ലാം ചേർന്നിട്ടാണ് ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റേ നമ്മുടെ രേഖ കൃത്രിമം ഉണ്ടാക്കിയ പ്രസിഡന്റ് ഉണ്ടല്ലോ, ആരാണ്? ആ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ കാര്യം. അങ്ങനെ പറയുമ്പോൾ തന്നെ ആൾക്ക് മനസ്സിലായല്ലോ. അവരെല്ലാം കൂടി ചേർന്നുകൊണ്ടുണ്ടാക്കുന്നതിനാ. അപ്പോൾ കോൺഗ്രസിനെ നമ്മൾ വർഗീയ പാർട്ടിയാണെന്ന് പറയോ? എന്തിനാണ് ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാതെ. പാലക്കാടോ? അല്ല, പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ ഞാൻ നിങ്ങളെ BJP-നെ സഹായിക്കുക എന്നുള്ളതാണ് ഷാഫിയുടെ ഉത്തരം. എവിടെ? ആ, വോട്ട് മറിക്കാൻ വേണ്ടിയില്ല ഈ പണിയെല്ലാം നടത്തുന്നത്. പറയുന്നതിനാ? അതിനെ പറയുന്നത്. ലോക്സഭയിൽ തന്നെ വോട്ട് മറിക്കാൻ ആവശ്യമായ പ്രചരണം നടത്തിയിട്ടുണ്ട്. അവർ തമ്മിലൊരു ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇല്ല ഇല്ല, എണ്ണം പറയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഏതായാലും നിങ്ങൾക്ക് ഒരു കാര്യം പറയാം, 2 അക്കൗണ്ടായാലേ ഭൂരിപക്ഷമാവുള്ളൂ. ഭൂരിപക്ഷം സീറ്റും ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് ചെയ്യും. അതിൽ കിടക്കും, അതെല്ലാം കിടക്കും.